ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളുടെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോൺ മേസൺട്രി വരെയായിരുന്നു നിർത്തിയിരുന്നത്. സ്റ്റോൺ മേസൺട്രീൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റോൺ മേസൺട്രീൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുമ്പോൾ അതിന് പറയുന്ന പല പേരുകളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മുഴുവനായിട്ട് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മേസൺട്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മേസൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറൽ യൂണിറ്റിന് ഇപ്പോൾ കല്ലുകൊണ്ടാണ് ഉപയോഗിക്കണതെങ്കിൽ അതിന് സ്റ്റോൺ മേസൺട്രി എന്ന് പറയും. കല്ല് മാത്രമല്ല, കല്ലിൻ്റെ ഒപ്പം എന്തായിരിക്കും? സിമെൻറ്റ് മോർട്ടാറും കൂടി. ആ ഒരു വാള് നമ്മളൊരു പടവ് ഉണ്ടാവുമല്ലോ, ആ പടവിനെ മുഴുവനായിട്ട് പറയുന്ന പേരാണ് മേസൺട്രി എന്ന് പറയുന്നത്. സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ മേസൺട്രി എന്ന് പറയും. അതന്നെ ഇഷ്ടികയാണ് ഉപയോഗിക്കണതെങ്കിൽ ബ്രിക്ക് മേസൺട്രി എന്ന് പറയും. പിന്നെ ചെങ്കല്ലാണ് ഉപയോഗിക്കണതെങ്കിൽ ലാറ്ററൈറ്റ് എന്ന് പറയും. പിന്നെ കോമ്പോസിറ്റ് ആയിട്ടുള്ള മേസൺട്രീസ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്ന് നമ്മൾ ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണത് സ്റ്റോൺ മേസൺട്രീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ടേമാണ് നാച്ചുറൽ ബെഡ്. എന്താണ് നാച്ചുറൽ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നാച്ചുറൽ ബെഡ് എന്താണെന്ന് മനസ്സിലാക്കണതിൻ്റെ മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ എടുത്ത കാര്യം തന്നെയായിരുന്നു. നമ്മളെ സ്റ്റോൺ എന്ന ടോപ്പിക് എടുത്ത സമയത്ത് നമ്മൾ പലതരത്തിലുള്ള റോക്കുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ സെഡിമെൻ്ററി റോക്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. സെഡിമെൻ്ററി റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യണത്? അത് ബേസിക്കലി ഫോം ചെയ്യണത് ഡിപ്പോസിഷൻ കാരണമാണ് അല്ലേ. കാലക്രമേണ കുറേ സാൻഡ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസും ഡിപ്പോസിറ്റ് ചെയ്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു റോക്കിനെയാണ് നമ്മൾ എന്ത് പറയണത്? സെഡിമെൻ്ററി റോക്ക് എന്ന് പറഞ്ഞത് അല്ലേ. സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, ഒരു പാറയാണ് അല്ലേ. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു പാറ പൊട്ടിച്ചതിന് ശേഷം ഉണ്ടാവുന്നതാണ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഡിമെൻ്ററി റോക്ക് എടുക്കുമ്പോൾ തന്നെ അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പല ലെയേഴ്സായിട്ടാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? അതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ ഓരോ ലെയറും സെറ്റായിട്ടാണ് ഒരു റോക്കായിട്ട് മാറുന്നത്. അപ്പോൾ ലെയേഴ്സ് നമുക്ക് ആ പാറ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ പല ലെയേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക്കലി പറയണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റോൺ നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ പൊട്ടിക്കേണ്ടത് ഏത് രീതിയിലാണ്? അതിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, ആ ഒരു പ്ലെയിനിൽ വേണം അത് പൊട്ടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കഷ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ റോക്ക് പഠിച്ചപ്പോൾ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, സ്ട്രാറ്റിഫൈഡ്, നോൺ സ്ട്രാറ്റിഫൈഡ്, ഫോളിയേറ്റഡ് എന്ന് പറഞ്ഞു. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പല ലെയേഴ്സ്. അപ്പോൾ ലെയേഴ്സ് നമുക്ക് എങ്ങനെയാണ് അത് പൊട്ടിച്ചെടുക്കാൻ സൗകര്യമാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഗ്രാനൈറ്റ് പോലത്തെ കല്ല് അല്ലേ, ഗ്രാനൈറ്റ് കല്ല് എങ്ങനെയാണ് നമ്മൾ മുറിച്ചാണ് എടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനത്തെ കല്ലുകൾ നമ്മൾ എങ്ങനെയാണ് മുറിക്കണത്? അതൊരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിനെ നമ്മൾ ചില സമയത്തൊക്കെ ക്ലീവേജ് പ്ലെയിൻ എന്ന് പറയും. ഈ ക്ലീവേജ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റീരിയലിനെ നമ്മൾ സിമെട്രിക്കലായിട്ട് മുറിക്കുകയെന്ന് വിചാരിക്കുക. സിമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണമായിട്ട് മുറിക്കുമ്പോൾ രണ്ട് പാർട്ടായിട്ട് മാറുമല്ലോ. ഒരു മുറിക്കുമ്പോൾ രണ്ട് കഷ്ണമായിട്ട് മാറും. ഈ രണ്ട് കഷ്ണവും ഐഡൻറ്റിക്കലായിരിക്കും. അതിനാണ് സിമെട്രിക്കൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ മുറിക്കണ പ്ലെയിനിനെ പറയുന്ന പേരാണ് ക്ലീവേജ് പ്ലെയിൻ. അതേപോലെ ഒരു സ്റ്റോണിനെ മുറിക്കണ പ്ലെയിനിനെ പറയുന്ന പേരാണ് എന്ത്? നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബേസിക്കലി നമ്മളെ ലോഡ് എവിടെയാണ് കൊടുക്കുക? നമ്മളിപ്പോൾ ഗ്രാനൈറ്റ് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അല്ലേ, അവിടെ എവിടെയാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്? അതിൻ്റെ ടോപ്പ് സർഫേസ്. പക്ഷെ കട്ട് ചെയ്യണത് എങ്ങനെയാണ്? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലേ. അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്യണത് അല്ലേ. ആ ഒരു പ്ലെയിനിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ബെഡ്. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, കട്ട് ചെയ്യുന്ന പ്ലെയിനിനെ പറയുന്ന പേരാണ് സ്റ്റോൺ മേസൺട്രിയിൽ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതന്നെ ബ്രിക്ക് മേസൺട്രി ആകുമ്പോൾ നാച്ചുറൽ ബെഡിന് വേറൊരു ഡെഫിനിഷനാണ്. ഓക്കെ, സ്റ്റോൺ മേസൺട്രി ആകുമ്പോൾ വേറൊരു ഡെഫിനിഷൻ, അതന്നെ ബ്രിക്ക് മേസൺട്രി ആകുമ്പോൾ വേറൊരു ഡെഫിനിഷൻ. അപ്പോൾ അതെടുത്ത് ചോദിക്കാറുണ്ട്, നാച്ചുറൽ ബെഡ് ഇൻ സ്റ്റോൺ മേസൺട്രി അല്ലെങ്കിൽ നാച്ചുറൽ ബെഡ് ഇൻ ബ്രിക്ക് മേസൺട്രി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന ടേമാണ് കോർബൽ. എന്താണ് കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. എന്തിനെ സപ്പോർട്ട് ചെയ്യണേ? നമ്മളെ ട്രസ് വർക്കോ അല്ലെങ്കിൽ ബീം, നമ്മളെ എന്താ പറയുക, നമ്മളെ സ്റ്റീലിൻ്റെ ബീമുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. കുറേ നമ്മളെ എപ്പോഴും എന്താണ് നമ്മളെന്താ പറയുക, വാക്ക് വായിൽ കിട്ടണില്ല. നമ്മളെ കോൺക്രീറ്റിൻ്റെ മാത്രമല്ല, നമ്മളെ സ്റ്റീൽ സ്ട്രക്ചേഴ്സും ഉണ്ടാവും
അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിന് ചൂട് കൂടുതലാണ്. അപ്പോൾ നമ്മളെന്താണ് സ്റ്റീൽ സ്ട്രക്ചേഴ്സൊക്കെയാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രസ് വർക്കൊക്കെ ചെയ്യാറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ പീസ് കൊടുക്കാറുണ്ട്. ഒരു വോളിന് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോൺ പീസ് കൊടുക്കും. അതിൻ്റെ ഫിഗർ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ കോർബലിൻ്റെ ഒരു കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോണിനെ പറയുന്ന പേരാണ്. അത് ബേസിക്കലി പ്രൊജക്ഷനായിട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു സപ്പോർട്ടീവ് സ്ട്രക്ചർ എന്ന രീതിയിലാണ് കൊടുക്കുന്നത്, അല്ലേ? നമ്മളുടെ ഒരു ട്രസ് വർക്കിനെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ പലതരത്തിലുള്ള ബീംസ് ഉണ്ടാവും. ബീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റീൽ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബീംസ് എന്താണ്, അതിനൊരു ജോയിൻറ്റ്, അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് നമ്മളെ ഇതിൽ പറയണത്. ഇറ്റ് ഈസ് എ സ്റ്റോൺ പീസ് പ്രൊജക്റ്റിംഗ് ബിയോണ്ട് വാൾ ടു സപ്പോർട്ട് എ സ്ട്രക്ചറൽ മെമ്പർ സച്ച് എസ് ട്രസ്, ബീം എക്സെട്ര. അതിനെ പറയുന്ന പേരാണ് കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ അടുത്ത ടേമിലേക്ക് പോവുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് കോർണിസ്. കോർണിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ഓരോ സ്ലാബ് ഇട്ട് കൊടുക്കൂലേ, നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന് സ്ലാബ് ഉണ്ടാവും. ആ സ്ലാബ് പ്രൊജക്റ്റ് ചെയ്തിട്ട് പുറമേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലത്ത്, പുറമേന്ന് കാണുന്ന വശത്തിൽ നമ്മളെന്താ ചെയ്യുക, ഒരു മോൾഡഡ് കോഴ്സ് ഓഫ് സ്റ്റോൺ. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയറിനെ പറയുന്ന പേരാണ്, ഒരു വരീനെ പറയണതാണ്. അപ്പം നമ്മൾ കല്ല് പഠിക്കുമ്പോൾ ഒരു വരി ഉണ്ടല്ലോ, ആ വരീനെ മുഴുവനായിട്ട് പറയണതാണ് കോഴ്സ് എന്ന് പറഞ്ഞാൽ, COURSE. ഓക്കെ, കോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കോഴ്സിനെ നമ്മൾ ഈ റൂഫിൻ്റെ സ്ലാബ് വരുന്ന പോർഷനിൽ നമ്മൾ പുറമേക്ക് എന്ത് കൊടുക്കും, ഒരു ഓർണമെൻ്റലായിട്ട് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് അതിൻ്റെ ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിടും. ആ ഒരു തരത്തിലുള്ള സ്റ്റോണിനെ പറയുന്ന പേരാണ് കോർണിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഫിഗറായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ കോർണിസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ കോർണിസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രൊജക്ഷൻ നമ്മൾ കണ്ടോ, ഇതൊരു വാളാണ്. ഈ വാളിൻ്റെ മുകളിലായിട്ടാണ് കോർണിസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ മുകളിൽ പാരപ്പറ്റ് കാണിച്ചു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലോറുള്ള വീടാണെങ്കിൽ അതിൻ്റെ മുകളിൽ പാരപ്പറ്റ് ആയിരിക്കും. അതന്നെ പല ഫ്ലോർ ഉണ്ടെങ്കിലും പല ഫ്ലോറിൻ്റെ എന്താ പറയുക, നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ ഒരു റൂഫ് ഒരു ഫ്ലോർ വരുന്ന ഭാഗത്ത് പുറമേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഡെക്കറേറ്റീവ്, ഇതിങ്ങനെ തന്നെ കൊടുക്കണം എന്നില്ല, അത് പല തരത്തിലും കൊടുക്കാറുണ്ട് പല വീടുകൾക്കും. ഇപ്പോൾ പല ലെയേഴ്സായിട്ട് ഒരു ലെയർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ അടിയിലത്തെ ലെയർ കുറച്ച് ഉള്ളിലേക്ക് തള്ളിയിട്ട് അതിൻ്റെ അടിയിലെ ലെയർ കുറച്ചും കൂടി ഉള്ളിലേക്ക് ആകുമ്പോൾ എങ്ങനെയാണ് പുറത്തുനിന്ന് കാണുമ്പോൾ എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, കാണാൻ ഭംഗി. ഓക്കെ, ഓർണമെൻ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ ഓർണമെൻ്റലായിട്ട് ഉപയോഗിക്കുന്നത് എന്താ, സ്വർണം ആ മിനറലായിട്ട് തന്നെ അല്ലല്ലോ ഉപയോഗിക്കണത്, അതിന് പല ഷേപ്പ് കൊടുക്കും. അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, അല്ലേ, നമ്മളെ സ്വർണം. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സ് ഓഫ് സ്റ്റോണ്, ഈ ഒരു ലെയർ, ആ ഒരു ലെയർ നമ്മളെങ്ങനെ കൊടുക്കണത്, ഒരു പുറമേന്ന് കാണുമ്പോൾ ഒരു ഭംഗി എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു പോർഷനാണ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയണത്, കോർണിസ് എന്ന് പറയണത്. ഓക്കെ, ഇനി പറയാനുള്ള ടേമാണ് വെതറിങ്. വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം കുത്തി ഒലിച്ച് വരുന്ന വെള്ളം, അല്ലെങ്കിൽ മഴവെള്ളം, അല്ലെങ്കിൽ ഫ്ലഡ് വാട്ടർ, അങ്ങനത്തെ പല വെള്ളങ്ങളും എന്താ ചെയ്യണത്, ഈ ഒരു ടോപ്പ് ലെയർ ഓഫ് ദ സോയിലിനെ കൊണ്ടുപോകും. അതിനെയാണ് വെതറിങ് എന്ന് പറയാറ്, അല്ലെ വെതറിങ് ഏജൻസ് എന്നൊക്കെ പറയും. വിൻഡ്, അതേപോലെ റെയിന്, അങ്ങനെ പലതരത്തിലുള്ള ഏജൻസ് ഉണ്ട്, വെതറിങ് ഏജൻസ്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോൺ മേസൺറിയിൽ നമ്മളൊരു പടവ് ചെയ്യുകയാണ്, നമ്മളെ ബൗണ്ടറി വാൾ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ബൗണ്ടറി വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പ് സർഫസ് നമ്മൾ ഫ്ലാറ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഈ വെള്ളം എന്ത് ചെയ്യും, ഈ വെള്ളം അതിൽ സീപ്പ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിട്ട് ഈ സ്റ്റോണിനെ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്, ഈ ടോപ്പ് സർഫസിൽ ഒരു ചെരുവ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ കോർണിസിൻ്റെ മുകളിൽ കണ്ടോ ഒരു ചെരുവ് പോലെ വിട്ട് കൊടുക്കണത്. എന്തിനാണ് ചെരുവ് ഇട്ട് കൊടുത്തത്? ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട്, വെള്ളം താഴേക്ക് പോകാനായിട്ട്. അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല. കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, കാലക്രമേണ അത് ഉള്ളിലേക്ക് സീപ്പ് ചെയ്ത് വരും, നമ്മുടെ വോളിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് സീപ്പ് ചെയ്ത് വരും. അതന്നെ ഇപ്പോൾ ഇത് നമ്മളെ ബൗണ്ടറി വാളാന്ന് വിചാരിക്കുക, ഇതൊരു ബൗണ്ടറി വാളാണ്. ബൗണ്ടറി വാളിൻ്റെ മുകളിൽ നമ്മൾ ഫ്ലാറ്റ് കൊടുക്കണേക്കാട്ടി നല്ലത് രണ്ട് ഭാഗത്തും സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ സ്ലോപ്പ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ്
വെതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആലോചിച്ചാൽ മതി. Okay, a slope is provided to the top surface of stone used for coping cornice and to drain water immediately. അതിന് പറയുന്ന പേരാണ് എന്ത്, വെതറിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂല. അപ്പോൾ കോപ്പിംഗ് നമ്മൾ അതിൻ്റെ മുന്നേ ത്രോട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി പഠിക്കുകയാണ്. ഓക്കെ, ത്രോട്ടിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, ത്രോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, നമ്മളുടെ ഈ ഡ്രെയിൻ ചെയ്ത് പോണ വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ, നമ്മളെ വോളിലേക്ക് ആ വെള്ളം തിരിഞ്ഞ് വരാതിരിക്കാൻ നമ്മൾ എന്ത് കൊടുക്കുക, ഒരു ഗ്രൂവ് പോലെ ഇട്ട് കൊടുക്കുക. ഇവിടെ കണ്ടോ, ത്രോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, ചെറിയൊരു ഗ്രൂവ് പോലെ, ഒരു സെമി സർക്കുലറായിട്ട് ചെറിയൊരു ഗ്രൂവ്. എന്തിനാണ്? ആ വെള്ളം ഉള്ളിലേക്ക് വരാതിരിക്കാൻ. അവിടെ തങ്ങി നിന്നിട്ട് ആ വെള്ളം താഴേക്ക് തന്നെ ഇറ്റി പോകണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഭയങ്കര മഴയാണെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ ആ വെള്ളം ഉള്ളിലേക്ക് കയറി വരാതിരിക്കാൻ ഒരു ഗ്രൂവ് ഇട്ട് കൊടുക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് ത്രോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എ സ്മോൾ ഗ്രൂവ് ഇസ് കട്ട് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് എന്താണ് കോപ്പിംഗ് കോർണിസ് ടു ഡിസ്ചാർജ് ദ റെയിൻ വാട്ടർ വിത്തൗട്ട് ട്രിക്ലിംഗ് ഡൗൺ ടു ദ വാൾ. വെള്ളം ഉള്ളിലേക്ക് കയറാതെ എന്താണ് അത് ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് കൊടുക്കണ ഒരു പോർഷനെയാണ് എന്ത് പറയണത്, ത്രോട്ടിംഗ് എന്ന് പറയണത്. ഓക്കെ, ഇനി പറയാനുള്ളതാണ് സ്ട്രിങ് കോഴ്സ്. സ്ട്രിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഹോറിസോണ്ടലായിട്ട്, കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ലെയറിനെയാണ്. ആ ഹോറിസോണ്ടലായിട്ട് ഒരു പ്രൊജക്ഷൻ കൊടുക്കുന്നത് എവിടെയാണ്, പ്ലിന്തിൻ്റെയും കോർണിസിൻ്റെയും ഇടയിൽ കൊടുക്കുന്ന ഒരു പോർഷനെ പറയുന്ന പേരാണ് സ്ട്രിങ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലിന്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തറയും കോർണിസ് എവിടെ കൊടുക്കുക, നമ്മൾ റൂഫിൻ്റെ പുറമേക്ക്, നമ്മൾ പുറത്തുനിന്ന് ഒരു വീട് നോക്കുമ്പോൾ ആ പുറമേക്ക് കാണുന്ന ആ റൂഫിൻ്റെ ആ സ്ലാബ് ഇട്ട് കൊടുക്കണ പുറമേക്ക് പ്രൊജക്റ്റ് ചെയ്ത പോർഷനെയാണ് കോർണിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മളുടെ പ്ലിന്ത് ലെയറിൻ്റെയും കോർണിസ് ലെയറിൻ്റെയും ഇടയിൽ പല പോർഷനും ഉണ്ടല്ലോ. നമ്മളെ എന്താ പറയുക, ലിൻഡൽ ഉണ്ടാവും, സൺഷെയ്ഡ് ഉണ്ടാവും, അങ്ങനെ പല പോർഷൻ ഉണ്ടാവും. അവിടെ എന്തെങ്കിലും ഒരു ഹോറിസോണ്ടലായിട്ട് പ്രൊജക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് പുറമേക്ക്. അതിനെ പറയുന്ന പേരാണ് സ്ട്രിങ് കോഴ്സ്. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളതാണ് ലേസിങ് കോഴ്സ്. ലേസിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ലെയറായിട്ടാണ് ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ പല ഇറഗുലർ ആയിട്ടുള്ള സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ലെയർ കൺസ്ട്രക്ട് ചെയ്യണതെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു ലെയർ നമ്മൾ യൂണിഫോം ഷേപ്പുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യുക, അതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടി കൊടുക്കാൻ. ആ ഒരു ലെയറിനെ പറയുന്ന പേരാണ് എന്ത്, ലേസിങ് കോഴ്സ്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, കുറേ ഇറഗുലർ ആയിട്ടുള്ള സ്റ്റോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് കണ്ടോ, ഒരു മിഡിലൊരു ലെയർ കൊടുത്തിട്ടുള്ള ഒരു ഇറഗുലർ അല്ല, റെഗുലറായിട്ട് യൂണിഫോം ആയിട്ടുള്ള ഷേപ്പിൽ കുറേ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇട്ട് കൊടുക്കുന്ന കല്ലുകളുടെ ആ ലെയറിനെ പറയുന്ന പേരാണ് ലേസിങ് കോഴ്സ്. ആ ലെയർ 3 ലെയറായിട്ട് കൊടുത്തിട്ടില്ലേ, അതിനെ പറയുന്ന പേരാണ് ലേസിങ് കോഴ്സ്. ഓക്കെ, ഇനി പറയാനുള്ളതാണ് ത്രൂ സ്റ്റോൺ ഓർ ബോണ്ട് സ്റ്റോൺ. ത്രൂ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ല് നിങ്ങൾ ചെങ്കല്ല് പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു കല്ല് ഇങ്ങനെ വെച്ച് പോവുകയാണെങ്കിൽ അത് ചുറ്റും ഉള്ള വോൾസിനെ മുഴുവനായിട്ട് എന്താണ്, അത് അതേപോലെ ആ ഒരു ലെയറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ ഉണ്ടാവും, ഒരു നല്ല ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, അത് ത്രൂ ഔട്ട് ഇട്ട് കൊടുക്കും അല്ലേ, മുഴുവനായിട്ട് ത്രൂ ഔട്ട്. നമ്മൾ ഒരു റൂമാണെന്ന് വിചാരിക്കുക, ആ റൂമിൽ 4 ചുമരുകളുണ്ട്. ആ 4 ചുമരുകളിലും ആ ലെയർ ത്രൂ ഔട്ടായിട്ടാണ് ഇട്ട് കൊടുത്തത്, കല്ലുകൾ പടുത്ത്. എങ്കിൽ അതിനൊരു എന്തുണ്ടാവും, ഒരു പിടുത്തം ഉണ്ടാവും അല്ലേ, ഒരു ഉറപ്പുണ്ടാവും, പിടുത്തം ഉണ്ടാവും, അതേപോലെ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന കല്ലുകളെ പറയണ പേരാണ് ത്രൂ സ്റ്റോൺ അല്ലെങ്കിൽ ബോണ്ട് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ത്രൂ ഔട്ടായിട്ട് 4 ചുമരുകൾക്കും ആ ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നത്, എല്ലാ ചുമരുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ലെയറിൽ തന്നെയാണ് വരുന്നത് കല്ല് പഠിക്കുമ്പോൾ. അങ്ങനെ പറയുന്ന പേരാണ് ത്രൂ സ്റ്റോൺ ഓർ ബോണ്ട് സ്റ്റോൺ. ഇനി അടുത്തത് വരുന്നതാണ് റിവീൽ എന്ന് പറഞ്ഞത്. ഓക്കെ, ത്രൂ സ്റ്റോൺ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കണ്ട. റിവീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കട്ടില വെക്കുമല്ലോ, നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ കട്ടില വെക്കും അല്ലേ. കട്ടില വെച്ചിട്ട് എന്തിനാണ്, കതകിനൊക്കെ കട്ടില വെക്കും. ആ കട്ടില വെക്കുമ്പോൾ ചില സമയത്ത് നമ്മളെ എങ്ങനെയാണ് ചെങ്കല്ലുണ്ടാവുക, ചെങ്കല്ലിന് നല്ല തിക്നെസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ കട്ടിലേൻ്റെ വലുപ്പം അത്രയും വലുപ്പം ഉണ്ടാവണമെന്നില്ല, അതിന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു പോർഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ കതക് വെച്ചതിന് ശേഷം കുറച്ച് പ്രൊജക്റ്റിനായിട്ട് നമ്മളെ വാളിൻ്റെ പോർഷൻ ഉണ്ടാവും അല്ലേ. വാളിൻ്റെ ഒരു 10 സെൻറ്റിമീറ്റർ ഇങ്ങനെ തള്ളി നിൽക്കും, 10 ഇല്ലെങ്കിലും
അതിൻ്റെ കുറച്ചായിട്ട് അങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കും. അതെങ്ങനെ ഉണ്ടാവുക? ഫ്രെയിമിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക ആ ഒരു പ്രൊജക്റ്റഡ് പോർഷൻ. അതിനെ പറയുന്ന പേരാണ് റിവീൽ എന്ന്. ഓക്കെ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ സർഫസ് പെർപെൻഡിക്കുലർ ടു ദ ഡോർ ഫ്രെയിം. ഓക്കെ, ആ ഒരു ചുമരിൻ്റെ പോർഷൻ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ഭാഗത്തും ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, കഥക് കൊടുക്കുന്ന പോർഷനിലൊക്കെ അങ്ങനെ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് റിവീൽ. ഇനി പറയാനുള്ളതാണ് ഫ്രീസ്. എന്താണ് ഫ്രീസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞല്ലോ കോർണിസിൻ്റെ കാര്യം. ആ കോർണിസ് എന്നുള്ള കല്ല് കൊടുക്കുന്ന സ്ഥലത്ത്, ആ ഒരു ലെയർ കൊടുക്കുന്ന ഭാഗത്ത് അതിൻ്റെ അടിയിൽ ഒരു ലെയറായിട്ട് ഒരു കല്ല് വെച്ച് കൊടുക്കും. അതിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്തിട്ട്. ഓക്കെ, ആ ഒരു ലെയറിനെ പറയുന്ന പേരാണ് എ കോഴ്സ് ഓഫ് സ്റ്റോൺ പ്രൊവൈഡഡ് ഇമീഡിയറ്റ്ലി ബിലോ എ കോർണിസ്. നമ്മൾ പറഞ്ഞു സ്ലാബിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ഓർണമെൻ്റൽ അപ്പിയറൻസിൽ കൊടുക്കുന്ന കല്ലിനെയാണ് കോർണിസ് പറഞ്ഞത്. അതിൻ്റെ അടിയിൽ ഒരു ലെയർ ഓഫ് സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് ഫ്രീസ്. ഇനി പറയുന്നത് അടുത്ത ടേമാണ് ബ്ലോക്കിംഗ് കോഴ്സ്. ബ്ലോക്കിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫ്രീസ് പറഞ്ഞല്ലോ, കോർണിസിൻ്റെ അടിയിൽ കൊടുക്കുന്ന ലെയർ ഓഫ് സ്റ്റോണിനെയാണ് പറയണത് ഫ്രീസ്. അതേപോലെ കോർണിസിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു ലെയർ ഓഫ് സ്റ്റോൺ, അതിനെ പറയുന്ന പേരാണ് ബ്ലോക്കിംഗ് കോഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ കോഴ്സ് ഓഫ് സ്റ്റോൺ. കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലെയർ അല്ലേ. പടക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക? ഒരു ലെയർ ആയിട്ടാണ് കൊടുക്കുക. ആ ഒരു ലെയറിനെ പറയുന്ന പേരാണ് എന്ത്? ബ്ലോക്കിംഗ് കോഴ്സ്. ഇത് കൊടുക്കുന്നത് എവിടെയാണ്? കോർണിസിൻ്റെ മുകൾ വശത്തായിട്ട്. ഇനി പറയാനുള്ള അടുത്ത ടേമാണ് എന്ത്? കോപ്പിംഗ്. എന്താണ് കോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമായിരുന്നു. കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ബൗണ്ടറി വാളൊക്കെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടാണ് അതിൻ്റെ ടോപ്പ് സർഫേസ് കൊടുക്കണമെങ്കിൽ വാട്ടർ സീപ്പ് ചെയ്യും. അപ്പോൾ വാട്ടർ സീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? രണ്ട് സൈഡും സ്ലോപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ലോപ്പിനെ പറയുന്ന പേരെന്താണ്? വെതറിങ് ആണ് അല്ലേ. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ആ സ്ലോപ്പിനെ പറയണത്. പക്ഷേ ഈ ഒരു കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? കോപ്പിംഗ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം കണ്ടോ, ഇവിടെ ഒരു വാള് രണ്ട് സൈഡും സ്ലോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ആ വാളിൻ്റെ കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് കോപ്പിംഗ്. ആ സ്ലോപ്പിനെ പറയണത് എന്താണ്? വെതറിങ് എന്നാണ്. പക്ഷെ ആ ഒരു കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ്, എങ്ങനെ രണ്ട് സൈഡും സ്ലോപ്പ് കൊടുക്കണ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? കോപ്പിംഗ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർബൽ, കോർണിസ്, കോപ്പിംഗ്. ഇത് കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ റിവീൽ എന്ന് പറഞ്ഞ ഒരു ടേം നിങ്ങളെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ്. വെർട്ടിക്കൽ ഫേസ് പെർപെൻഡിക്കുലർ ടു ദ ഡോർ ഫ്രെയിം ഈസ് നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും, ഡാഷ്. അതാണ് റിവീൽ. ഇനി അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പാരപ്പറ്റ്. എന്താണ് പാരപ്പറ്റ്? പാരപ്പറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു നമ്മളെ റൂഫ് ടെറസ് ഉണ്ടെങ്കിൽ ആ ടെറസിൽ ഒരു ചെറിയ ലോ വാൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശരിക്കുള്ള വാൾ എത്ര ലെങ്ത് ഉണ്ടാവും? 3 മീറ്ററോളം ഉണ്ടാവും അല്ലേ. അത്രയൊന്നും വലുപ്പമില്ലാത്ത ചെറിയൊരു തിക്നെസ്സിലുള്ള വാള് എന്തിനാണ് കൊടുക്കുന്നത്? നമ്മളെ ഓപ്പൺ ടെറസിലൊക്കെ ആണെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കാൻ ചാരുപടി ഒക്കെ വെക്കാറില്ലേ, ആ ഒരു രീതിയിലുള്ള ചെറിയൊരു വാളിനെ പറയുന്ന പേരാണ് എന്താണ്? നമ്മളെ പാരപ്പറ്റ് വാൾ. ബേസിക്കലി എന്തിനാണ് കൊടുക്കുന്നത്? ഒരു പ്രൊട്ടക്റ്റീവ് സർഫസ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ലോ വാൾ ബിൽറ്റ് അറൗണ്ട് എ ഫ്ലാറ്റ് റൂഫ് ടു ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് സോളിഡ് വാൾ. മെയിൻലി കൊടുക്കുന്നത് ടെറസിലായിരിക്കും കേട്ടോ. ഇതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഈ ഒരു സെഷനിൽ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.